ചെറിയ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില നിഗൂഢതകൾ ഇപ്പോഴും നിഗൂഢതകൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ ആത്മഹത്യ ചെയ്തത് മാനസിക സമ്മർദ്ദം കാരണമാണ് റെയ്ഡിന് ഇടയ്ക്കുള്ള എന്നൊക്കെയാണ് പറഞ്ഞ് ഫലിപ്പിച്ചുകൊണ്ടിരുന്നത് പലരും. പക്ഷെ ഇപ്പോ റോയിയുടെ തന്നെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. തന്റെ ഭാര്യയ്ക്ക് എല്ലാം അറിയാം, താൻ ആരിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്, ആർക്കൊക്കെ കൊടുക്കാനുണ്ട്, തന്റെ ബാധ്യതകൾ, സാമ്പത്തികം എല്ലാം ഭാര്യയ്ക്കറിയാം. മൊത്തം ഭാര്യയുടെ തലയിൽ വച്ചിട്ടാണ് റോയി വിടവാങ്ങുന്നത്. പിന്നെ വിദേശ നിക്ഷേപത്തിലെ തിരിച്ചടി ഒക്കെ വലിയ ഘടകങ്ങളൊക്കെ റോയി പറയുന്നുണ്ട്. അതായത് റോയി കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു മരിക്കണം എന്നുള്ളത്. എന്തിനായിരിക്കും റോയി അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? മാത്രമല്ല റോയി ആരെയോ ഭയപ്പെട്ടിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ സൂട്ട് കേസിൽ എപ്പോഴും കരുതുന്ന ഈ പിസ്റ്റൾ, ഈ 15ഓളം ബോഡി ഗാർഡ്സ്, എവിടെ പോയാലും തന്നെ ആരെങ്കിലും അപായപ്പെടുത്തുമോ എന്നുള്ള ഭയം. എന്തായിരിക്കും റോയിക്ക് ഇത്തരത്തിൽ ഭയമുണ്ടാകാനുള്ള കാരണം? മടിയിൽ കനമില്ലാത്തവനാണ് റോയി എന്നാണ് പലരും പറയുന്നത്. അങ്ങനെ കനമില്ലാത്തവൻ എന്തിനാണ് ഭയക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ ചോദിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് റോയി അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെങ്കിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചില്ല, ആത്മഹത്യാ കുറിപ്പ്. തീർച്ചയായിട്ടും അന്വേഷണ സംഘത്തിന് വെളിച്ചമേകുന്ന ഒരു കുറിപ്പ് എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഉണ്ടായില്ല? അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആരെങ്കിലും കൊന്നതായിരിക്കുമെന്നുള്ളൊരു സംശയം നമുക്ക് ബലപ്പെട്ടത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇപ്പോൾ കുറിപ്പ് വന്നിരിക്കുന്നു, ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തിരിക്കുന്നു. പക്ഷേ ആത്മഹത്യാ കുറിപ്പിൽ ഉത്തരങ്ങളെക്കാളേറെ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ധന്യ പറഞ്ഞതുപോലെ ഇദ്ദേഹം ആരെയോ ഭയക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് റിവോൾവറുകളും അതുപോലെ തന്നെ ഒരുപാട് സുരക്ഷാ ഭടന്മാരുമായിട്ട് നടക്കുന്ന ആൾക്കാരെല്ലാം ഭയക്കുന്നവരാണ്. ഉദാഹരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ 40 കാറുകളുടെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം ഘോഷയാത്രകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുമ്പോഴും അദ്ദേഹം ആരെയൊക്കെയോ തൻ്റെ കുലംകുത്തികളായിട്ട് ആരോയൊക്കെയോ ചെയ്ത പ്രതികാരം, അവർ ചെയ്ത പ്രതികാരം തനിക്ക് തിരിച്ചടിയായി വരുമെന്നൊരു ഭയം വേട്ടയാടുന്നുണ്ട്. ഇതിങ്ങനെ തന്നെയാണ്. കുറ്റം ചെയ്തവരെ ചിലരെയെങ്കിലും അവസാന കാലത്ത് അവർ ചെയ്ത തെറ്റ് പിന്തുടരുക തന്നെ ചെയ്യും, വേട്ടയാടുക തന്നെ ചെയ്യും. ഒരുപാട് കാര്യങ്ങളിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. മക്ബത്തിൻ്റെ കാര്യത്തിൽ അത് കണ്ടതാണ്. ലേഡി മക്ബത്തിൻ്റെ കാര്യത്തിൽ കണ്ടതാണ്. കൊലപാതകം ചെയ്ത് മക്ബത്തിനെ അധികാരത്തിലേറ്റാൻ വേണ്ടിയിട്ട് ക്രൂരമായിട്ട് രാജാവിനെ കൊന്നതിന് ശേഷം ആ കൊന്ന കൈകൾ പാപക്കറ പുരണ്ടതാണെന്നുള്ള തോന്നൽ കൊണ്ട് രാത്രി ഒരു ഉറക്കം വരാതെ വാഷ് ബേസിന് മുമ്പിൽ നിന്ന് കൈകൾ കഴുകിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഷേക്സ്പിയർ പറയുന്നത്, അറേബ്യയിലെ മുഴുവൻ സുഗന്ധങ്ങൾ കൊണ്ട് പൂശിയാലും നിന്റെ കൈകളിൽ നിന്ന് ഉണ്ടാകുന്ന നാറ്റമില്ലാതാക്കാൻ പറ്റുകയില്ല. പാപത്തിൻ്റെ കറ അത് റോയിയുടെ കയ്യിൽ പുരണ്ടിട്ടുണ്ട് എന്നാണോ സാർ പറയുന്നത്? ആ തരത്തിൽ സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഞാൻ പറയുന്നില്ല, പക്ഷെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ആത്മഹത്യാ കുറിപ്പ് നൽകുന്ന ഒരു സംശയം അത് തന്നെയാണ്. ഭാര്യയ്ക്കെല്ലാം അറിയാം എന്ന് പറയുമ്പോൾ ഭാര്യയിലെല്ലാം നിക്ഷേപിച്ചിരിക്കുകയാണ്, നിഗൂഢതകളെല്ലാം അവിടെ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഭാര്യയ്ക്കെല്ലാം അറിയുമ്പോൾ അത് ഈ പണത്തിൻ്റെ കാര്യം മാത്രമാണോ മറ്റു വല്ല ബന്ധങ്ങളുടെയും കാര്യമാണോ എന്നുള്ളതറിയാം. ഒരു പക്ഷേ തൻ്റെ കുടുംബജീവിതം തന്നെ തകരാറിലായി പോയി എന്നൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണോ എന്നറിയില്ല. ഭാര്യമാരെന്ന് പറയുമ്പോൾ മറ്റൊരാളുമായിട്ടുള്ള ബന്ധം ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. തീർച്ചയായിട്ടും അങ്ങനൊരു സ്വാർത്ഥത എല്ലാ ഭാര്യമാർക്കും ഉണ്ട്. മറ്റ് പരസ്ത്രീകളുമായിട്ടുള്ള ബന്ധപ്പെടിൽ ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇത് സംശയം മാത്രമാണ്, സത്യമാണോ എന്നറിയേണ്ടത്. അറിയാവുന്ന ഒരേ ഒരാൾ അല്ലെങ്കിൽ 2 പേർ, ഒന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റൊന്ന് ദൈവവും മാത്രമാണ്. നമുക്കറിയില്ല. നമ്മൾ അങ്ങനെ ആരോപണങ്ങളൊന്നും അറിയണം. പിന്നെ ഇതിനെ ഉറപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ഈ സ്ത്രീയെപ്പറ്റി റോയി തന്നെ പറഞ്ഞിട്ടുണ്ട്, യാതൊരു ആഡംബര ഭ്രമവുമില്ലാത്ത സ്ത്രീയായിരുന്നു. ഒരാഡംബര ഭ്രമവുമില്ലായിരുന്നു. അയ്യോ നമുക്ക് ഇതൊന്നും പറ്റിയില്ലല്ലോ, ഇത് വാങ്ങിക്കാൻ പറ്റിയില്ല, എന്തിനാ അച്ചായ ഇതൊക്കെ, എനിക്കിതൊന്നും ഒരു താല്പര്യമില്ല, അച്ചായൻ്റെ സ്നേഹം മാത്രം മതി എന്ന് പറഞ്ഞിരുന്ന ആ സ്ത്രീ പറഞ്ഞിരുന്നതായിട്ടാണ് CJ റോയി ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് അവർ. കാരണം വലിയ പണമുള്ള വീട്ടിൽ നിന്ന് വന്നതാണ്. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല, ആഡംബര ഭ്രമങ്ങളില്ല.
അങ്ങനെ ഇന്ന് വിചാരിച്ച പണമില്ലാത്ത വീട്ടിൽ വരുന്നവരെല്ലാം ആഡംബര ഭ്രമമൊന്നും എൻ്റെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല. കമൻറ്റ് ബോക്സിൽ അത് പറയല്ലേ, ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല, അങ്ങനെയൊന്നും പറയരുത്. അങ്ങനല്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. നല്ല പണമുള്ള വീട്ടിലെ സ്ത്രീ ആയതുകൊണ്ട് തീരെ ആഡംബര ഭ്രമം, അങ്ങനെ ഒരു ഭ്രമകൽപ്പന അവർക്കുണ്ടായിരുന്നില്ലെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാൽ ഈ CJ റോയി എന്ന് പറയുന്ന ആള് വളരെ മോഡസ്റ്റ് ബിഗിനിങ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നില വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായിരുന്നത് കേവലം ഒരു മാരുതി 800 കാറാണ്. അന്നത്തെ അതിൻ്റെ വില എൻ്റെ 20,000-30,000 രൂപയാണ്, അത്രേ ഉള്ളൂ. ആ കാറ് പോയി കഴിഞ്ഞപ്പോൾ അത് തിരിച്ചു പിടിക്കണം. ഇത്രയും പണം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ പോട്ടെന്ന് ഉപയോഗിക്കുകയുള്ളൂ. ഈ കാറ് തിരിച്ചു പിടിക്കുക. എൻ്റെ ആദ്യത്തെ കാർ എന്നുള്ളതൊക്കെ ആദ്യം 10 ലക്ഷം, അന്നത്തെ പിന്നെ കൂടിക്കഴിഞ്ഞൊരു 2 ലക്ഷം വരെയൊക്കെ പോയിട്ടുണ്ട് കാറിൻ്റെ വില. ആ 2 ലക്ഷം രൂപ വില വരുന്ന കാറ് ഇദ്ദേഹം പത്രത്തിൽ പരസ്യം കൊടുത്ത്, നല്ലപോലെ പരസ്യം കൊടുത്തില്ലെങ്കിൽ ആരും കാണില്ലത് കണ്ടിട്ട് അത് വാങ്ങിച്ച ആൾ തന്നെ തിരിച്ചു കൊണ്ട് കൊടുത്തു. 10 ലക്ഷം രൂപ വിലയും കൊടുത്തു. പണം ഇഷ്ടം പോലെ ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ ഓഷോ രജനീഷിൻ്റെ കാര്യത്തിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. 40 റോൾസ് റോയ്സ് കാറുകളുടെ അകമ്പടിയോടുകൂടി സഞ്ചരിക്കുന്ന ആൾ രജനീഷ് ആശ്രമത്തിലെ സെക്ഷൽ ഗുരു എന്നൊക്കെ പറയുന്ന ഓഷോ രജനീഷ്. അമേരിക്കയിൽ നിന്ന് അവിടെ വിഷം കൊടുത്തു കൊന്നുവെന്ന് നമ്മൾ സംശയിക്കുന്ന ഓഷോ രജനീഷ് പൂനെ പൗനാർ ആശ്രമത്തിൽ കഴിഞ്ഞിരുന്ന, അവിടെ ഞാൻ പോയിട്ടുള്ളതാണ്. ആ ആശ്രമത്തിൻ്റെ അധിപനായിരുന്ന ഓഷോ രജനീഷിനെ പോലെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുകൊണ്ട് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനുമാണ്. ആ ഓഷോ രജനീഷിനെ പോലെ റോൾസ് റോയ്സ് കാറുകളുടെ നിരകൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. വിൻറ്റേജ് കാറുകൾ ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ ഈ കാറിൻ്റെ എല്ലാ ബ്രാൻഡൊന്നും എനിക്കറിയില്ലെങ്കിലും അറിയാവുന്ന 2 ബ്രാൻഡ്, ലംബോർഗിനി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ പറയുന്ന റോൾസ് റോയ്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാറുകൾ 100ഓളം, ഏതാണ്ട് 150 കോടിയോളം രൂപയുടെ കാറുകളാണ് അദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുണ്ടായിരുന്നത്. ജയലളിതയ്ക്ക് ചെരുപ്പുകൾ ഉള്ളതുപോലെ തന്നെ ഇതെല്ലാം വാങ്ങിച്ചു കൂട്ടിയിരുന്ന ഒരു ആഡംബരമ ചിത്തനായിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു തരം മാനസിക നില, ആ ഒരു മാനസിക നിലയിൽ ഇതെല്ലാം കൂടെ എന്തിനാണ് എന്നുള്ളൊരു സംശയം വാങ്ങിച്ചു കൂട്ടി ഇങ്ങനൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ധാരാളത്വത്തിൽ അഭിരമിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ അല്ലാത്ത ആൾക്കാരും ഉണ്ട്. നമ്മൾ നോക്കൂ, ടാറ്റ അതിൻ്റെ സൈറസ് മേസ്ട്രിയെ പോലെ വളരെ സിമ്പിളായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ഇപ്പം മരിച്ചുപോയ ടാറ്റ ഉണ്ടല്ലോ, ടാറ്റയുടെ പിൻഗാമിയായിട്ട് മരിച്ചുപോയ അദ്ദേഹമാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ഒരു നായ വഴിയിൽ കണ്ട, തെരുവിൽ വെച്ച് കണ്ട, അദ്ദേഹത്തിന് എത്ര കോടി രൂപയുടെ നായയെ വേണമെങ്കിലും വാങ്ങിക്കാൻ പണമുണ്ട്. തെരുവിൽ കണ്ട ഒരു പാവപ്പെട്ട നായയെ വീട്ടിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ച് വളർത്തി അതിനെയും കൊണ്ടാണ് ആ തെരുവീതികളിലൂടെ നടന്നത്. മുംബൈയിലെ തെരുവീതികളിൽ കൂടി ഏറ്റവും വില കൂടിയ ജർമ്മൻ ഷെപ്പേർഡ്സിനെ പോലുള്ള നായ്ക്കളെയും കൊണ്ടൊക്കെ ആൾക്കാർ നടക്കാറുള്ളപ്പോൾ ഇദ്ദേഹം കേവലം ഒരു തെരുവ് പട്ടിയെയും കൊണ്ട് നടന്ന് അതിനെ ശുശ്രൂഷിച്ചു എന്ന് മാത്രമല്ല, തെരുവ് പട്ടികളെ കൊണ്ടുപോയി അവിടെ വളർത്തി അതിന് ഒരു പ്രത്യേകമായിട്ട് ചികിത്സ കൊടുക്കാനുമൊക്കെ സൗകര്യമുള്ള ഡോക്ടർമാരെയും പരിചാരകരെയും വെച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നടക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പരിചയം ഇട്ടുകൊണ്ട് റോഡിലൂടെ നടന്നു. അങ്ങനെയൊക്കെ നടന്നു. പക്ഷേ സൈറസ് മിസ്ത്രി അങ്ങനെയല്ല, അദ്ദേഹം ആഡംബരക്കാരിൽ തന്നെ സഞ്ചരിച്ചിരുന്നു. പക്ഷേ ആ ആഡംബരക്കാരിൽ ഇരുന്ന് തന്നെ അദ്ദേഹം മരിച്ചു. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. ഇത് ഒരിക്കലും അപകടം പറ്റിയാൽ പോലും നമ്മൾ മരിക്കാത്ത കാറുകളാണിത്. അങ്ങനെ ഒരു സുരക്ഷാ ആ സുരക്ഷയ്ക്ക് വേണ്ടിയായിരിക്കും അദ്ദേഹം വില കൂടിയ കാറുകൾ. എന്നാലും ഇത്ര എണ്ണം വേണോ? അത് ഇടാനുള്ള സ്ഥലം എന്തുമാത്രം വേണ്ടി വരും? അങ്ങനെയൊക്കെ ആഡംബരത്തിൽ അഭിനയിച്ച ഒരു വ്യക്തിയാണ്. സുഖിക്കാവുന്നതിൻ്റെ പരമാവധി സുഖിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. പിന്നെ അറിയാം, അദ്ദേഹത്തിൻ്റെ 2ാമത്തെ വിവാഹമായിരുന്നു. ആദ്യം വേറെ 2 വിവാഹം എന്ന് പറയപ്പെടുന്നു. ആധികാരികമായിട്ട് റെക്കോർഡുകൾ നമുക്കില്ല. പിന്നെ ഇദ്ദേഹം ജീവിച്ചിരുന്നത് ഇവിടെങ്ങുമല്ല, ദുബായിലാണ്. ഇവിടുത്തെ സൗകര്യങ്ങളും പിന്നെ ഹൈജീനും ഒന്നും പോരാഞ്ഞ് ദുബായിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല, അദ്ദേഹത്തിന് എല്ലാ പണക്കാരും ഇപ്പോൾ ജീവിക്കാറുള്ളത് അമേരിക്കയിലും എങ്ങും പോയിട്ടല്ല, ദുബൈയാണ് അവരുടെ ഫേവറേറ്റ് ഹാവൻ എന്ന് പറയും. അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, എല്ലാത്തിനും സൗകര്യമുള്ള, ഒരു തുള്ളി എണ്ണ പോലും ഖനനം ചെയ്യാത്ത രാജ്യമാണ് ദുബായ്. പക്ഷേ ബിസിനസ്സിൻ്റെ സെൻ്ററാണ്. ബിസിനസ്സിലൂടെ, ടൂറിസത്തിലൂടെ അവർ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായിട്ട് മാറിയിരിക്കുന്നു. നമുക്കും അനുകരിക്കാവുന്ന കാര്യമേ ഉള്ളത്. അങ്ങനെയുള്ള അത് മിക്കവാറും ആവും. 2047 നമ്മളാവട്ടെ, അങ്ങനെ ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ കഴിഞ്ഞിരുന്ന, വളരെ സുഖിച്ചും വളരെയധികം അഭിരമിച്ചും കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് പറയുന്നത് ഭാര്യയ്ക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് അദ്ദേഹത്തിന് പറയാൻ മടിയാണ്, നേരിട്ട് പറയാൻ. അപ്പം വളരെ വ്യക്തമല്ലേ, ഈ ഭാര്യയ്ക്ക് മാത്രം അറിയാവുന്ന കാരണങ്ങളാലാണ് അദ്ദേഹം
മരിച്ചിരിക്കുന്നത്. അതെ. അതിനോടൊപ്പം തന്നെ പണത്തിൻ്റെ ഒരു കാര്യം കൂടിയുണ്ട്. ഒന്നാമത്തെ കാര്യം പറയുന്നത് അവിടെ കടമുണ്ട്, ഇവിടെ കടമുണ്ട്, സർവത്ര കടമാണ്. ഇത്രയും സഹോദരൻ പറയുന്നവരോടും കടയില്ല, ബാങ്കുകളിൽ ഒരു കടവുമില്ല എന്ന് പത്രങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. ഈ കടമെന്ന് പറയുന്നത് ബാങ്കുകൾക്ക് അപ്പുറമുള്ള കടമാണെന്നാണ് അതിൻ്റെ അർത്ഥം. ബാങ്കുകൾക്ക് അപ്പുറമുള്ള ഇടപാടുകളുണ്ട്. കള്ള ഇടപാടുകളാണെന്ന് ഞാൻ പറയുന്നില്ല. അവിടെയും ഇവിടെയും ഒക്കെ കൊടുക്കാനുണ്ട്, പണം ധാരാളമായിട്ട് തിരിച്ചു കൊടുക്കാനുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ധന്യേ, ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറയുന്നതെല്ലാം ഇങ്ങനെ തന്നെയാണ്. അതും കൂടെ പറഞ്ഞു നിർത്താം. അതായത് 5 പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഈ പാവപ്പെട്ട വീട് വേണ്ട ആൾക്കാർക്ക് അവർക്ക് ഇതിനൊന്നും മെനക്കെടാനുള്ള കഴിവുമില്ല, സമയവുമില്ല, പ്രാപ്തിയില്ല. അവർ ഇത്രയും തുക കൊടുക്കും. അവരോട് ഇത് ഞങ്ങൾക്ക് ഇത്രയും പ്ലോട്ടുണ്ട് എന്നും പറഞ്ഞ് വാങ്ങിച്ചിടും. ബാങ്ക് ലോൺ കൊണ്ട് വാങ്ങിക്കാമല്ലോ. വാങ്ങിച്ചിട്ടിട്ട് ഈ പ്ലോട്ടിൽ നിങ്ങൾക്കൊരു പ്ലോട്ട് തരാം, അവിടെ ഒരു വീടും വെച്ച് ഞങ്ങൾ തരാം, ഇൻവെസ്റ്റ് ചെയ്തോളൂ എന്ന് പറയും. മാസം തോറും ഇവൻ അടച്ചുകൊണ്ടിരിക്കും. അവൻ അടയ്ക്കുന്നതിൻ്റെ പകുതി തുകയ്ക്ക് ഇവനൊരു വീട് വയ്ക്കും. അവൻ്റെ 1 കോടി രൂപയുടെ വീടാണെങ്കിൽ 50,000 രൂപ മാത്രമേ ഇവൻ മുടക്കൂ. ബാക്കി 50,000 എന്ന് പറയുന്നത് ഈ റിയൽറ്റർക്ക് സ്വന്തമാണ്. അങ്ങനെയാണ് ഈ റിയൽറ്റർമാരെല്ലാം പണം ഉണ്ടാക്കി കോടീശ്വരന്മാരാകുന്നത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലെ MK കണ്ണൻ എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരൻ, കപ്പലണ്ടി, ഇതുപോലെ കടലയും വിറ്റുകൊണ്ട് നടന്നിരുന്ന ആള്, കടലയും വിറ്റുകൊണ്ട് നടന്നിരുന്ന ആള് പെട്ടെന്ന് കോടീശ്വരനായത് എങ്ങനെയായിരുന്നു? റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഏറ്റവും ആദായകരമായ ഒരു ബിസിനസ്സാണ്. 5 പൈസ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ നിങ്ങൾക്ക് കോടീശ്വരനാകാൻ കഴിയും. വാസ്തവത്തിൽ നമ്മുടെ എല്ലാ റിയൽറ്റേഴ്സിൻ്റെയും വരവിൽ കവിഞ്ഞ സ്വത്ത്, മാന്യന്മാരെ വെറുതെ വിടുക, കഴിഞ്ഞ സ്വത്തിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തിയിട്ട് ഇത് പാവപ്പെട്ട വീട് അന്വേഷിച്ച് നടക്കുന്ന, സ്വന്തമായിട്ട് വീടില്ലാത്ത ആൾക്കാർ, വീട് വയ്ക്കുന്ന ആൾക്കാരെയാണ് ഇവന്മാർ ചതിക്കുന്നത്. ഈ 50% കൊള്ള എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ്. ഇപ്പോൾ ഒരു വീട് വയ്ക്കുമ്പോൾ നിങ്ങൾ 10, നിങ്ങളതിൻ്റെ കഷ്ടപ്പെടലിനും അതുപോലെ തന്നെ ഇതിനു വേണ്ടി മെനക്കെടുന്നതിനും 10, 20% വരെ എടുക്കാം. പക്ഷേ അതിലും കൂടുതലും 50 മാത്രമല്ല 60% വരെ എടുത്തുകൊണ്ട് ഇതിൻ്റെ പാവപ്പെട്ട ആൾക്കാരെ വഞ്ചിക്കുന്ന, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ എല്ലാ ഇതുപോലെ ആത്മഹത്യകൾ ഉണ്ടാകാതിരിക്കാൻ, ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ റിയൽറ്റർ ബിസിനസ്സിൽ കാര്യമായിട്ട് ഗവൺമെൻറ് ഇടപെടണം. അതിലെ കള്ളക്കളികൾ അവസാനിപ്പിക്കാനുള്ള നിയമങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.